അതിരുവിട്ട വിവാഹാഘോഷത്തിന്റെ വാർത്തയിലേക്കാണ്. കോഴിക്കോടാണ് വരന്റെ സുഹൃത്തുക്കൾ പൊട്ടിച്ച പടക്കം വീണ് തൊട്ടടുത്ത വീടിന് തീപിടിച്ചു. 1 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതാണ് കണക്കുകൂട്ടൽ. കാരശ്ശേരിയിൽ ഉച്ചയോടെയാണ് സംഭവം. രാഹുൽ സുരേഷ് ചെയ്തു. രാഹുൽ, എന്താണ് വിശദാംശങ്ങൾ? സുഹൈൽ, വിവാഹാഘോഷങ്ങൾ അതിരുകടന്നാൽ ഈ കാലത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വിധമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂരിൽ കണ്ടതാണ്. വിവാഹാഘോഷം സംഘടിപ്പിക്കുകയും വരനെ ഒട്ടകപ്പുറത്തേറ്റി കൊണ്ടുപോകുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ ഭാഗമായി പടക്കം പൊട്ടുകയും തുടർന്ന് പോലീസ് കേസെടുക്കുകയും ഒക്കെ കണ്ണൂരിൽ സംഭവിച്ചെങ്കിൽ ഇന്ന് അതിന് സമാനമായ രീതിയിലാണ് കോഴിക്കോട് കാരശ്ശേരിയിലും സംഭവിച്ചിട്ടുള്ളത്. കോഴിക്കോട് കാരശ്ശേരി കലരിക്കണ്ടിയിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇതിന് സമാനമായൊരു മറ്റൊരു സംഭവം ഉണ്ടാവുന്നത്. വിവാഹാഘോഷം കഴിഞ്ഞതിന് പിന്നാലെ വരന്റെ സുഹൃത്തുക്കളാണ് പടക്കം പൊട്ടിച്ചത്. ഈ പടക്കം ചെന്ന് പതിച്ചത് ഈ വിവാഹാഘോഷം നടക്കുന്ന വീടിന് സമീപത്തുള്ള മറ്റൊരു വീട്ടിലാണ്. ഈ വീടിന്റെ ഷെഡ് പൂർണ്ണമായും കത്തി നശിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പാറമ്മൽ ബാബു എന്ന ആളുടെ വീടിനോട് ചേർന്ന ഷെഡാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. ഈ ബാബു എന്ന് പറയുന്ന ആൾ ഒരു കർഷകൻ കൂടിയാണ്. ഈ കർഷകന്റെ കാർഷിക ആവശ്യങ്ങൾക്ക് സൂക്ഷിച്ചിരുന്ന ഉപകരണങ്ങളും ഒപ്പം തന്നെ സംഭവങ്ങളുമാണ് കത്തി നശിച്ചതായി നമുക്ക് വിവരം ലഭിക്കുന്നത്. എന്താണെങ്കിലും ഈ രണ്ട് വീട്ടുകാരും തമ്മിൽ സംഭവങ്ങൾ സംസാരിച്ച് പരിഹരിച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി കൊടുക്കാനൊന്നും തന്നെ ഈ ബാബു ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രശ്നം പരിഹരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എങ്കിൽ കൂടി ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ അതിര് കടക്കുമ്പോൾ ഇനിയുള്ള കാലത്ത് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇനിയാണെങ്കിലും ആളുകൾ ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ മറ്റൊരു സമീപത്തുള്ള ആളുകൾക്കും മറ്റാളുകൾക്കും അത് ഒരു രീതിയിലും ബാധിക്കില്ല എന്ന കാര്യം ഉറപ്പുവരുത്തണം. അത്തരത്തിലുള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുഹൈൽ, ആഘോഷങ്ങൾ അതിരുവിട്ടാൽ പൊല്ലാപ്പാകും. ഒരു മയത്തിലൊക്കെ കാര്യങ്ങൾ വേണം.